കേരള ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരധ്യായമുണ്ട്. സാമൂതിരിമാർ കോഴിക്കോടിന്റെ അധിപരാകും മുൻപുള്ള കഥ. നെടിയിരുപ്പ് സ്വരൂപത്തിന്റെ വീരേതിഹാസം. ഏറനാട്ടിലെ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ നെടിയിരുപ്പ് എന്ന കൊച്ചുനാട്ടിലാണ് ഈ രാജവംശത്തിന്റെ തുടക്കം. അധികാരം ചെറുതായിരുന്നു, പക്ഷേ സ്വപ്നങ്ങൾ വലുതായിരുന്നു. അവർ കേവലം നാടുവാഴികളായിരുന്നു, ചേരമാൻ പെരുമാളിന്റെ വിശ്വസ്തർ. എന്നാൽ കാലം അവർക്കായി കാത്തുവെച്ചത് വലിയൊരു സാമ്രാജ്യത്തിന്റെ കിരീടമായിരുന്നു. കുന്നുകളും പുഴകളും കടന്ന് അവരുടെ ദൃഷ്ടി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ പതിഞ്ഞു. അറബിക്കടലിന്റെ അനന്തമായ സാധ്യതകൾ അവർ തിരിച്ചറിഞ്ഞു. വിദേശികളായ അറബി വ്യാപാരികളെ അവർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അതൊരു പുതിയ സൗഹൃദത്തിന്റെ, ഒരു വാണിജ്യ സാമ്രാജ്യത്തിന്റെ തുടക്കമായിരുന്നു. നെടിയിരുപ്പിൽ നിന്ന് കോഴിക്കോട്ടേക്ക് തലസ്ഥാനം മാറിയത് ഒരു നിർണായക നീക്കമായിരുന്നു. കടലിന്റെ മണമുള്ള കാറ്റ് അവരുടെ കൊടിമരങ്ങളെ തഴുകി. ചുള്ളിക്കാടുകൾ നിറഞ്ഞ ആ തീരദേശം ഒരു വിശ്വപ്രസിദ്ധ തുറമുഖമായി മാറി. കോഴിക്കോട്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരം, ലോകഭൂപടത്തിൽ ഇടം നേടി. സ്വാമി തിരുമുൽപ്പാടെന്ന പേര് ലോകം സാമൂതിരി എന്ന് വിളിച്ചു തുടങ്ങി. കടലിന്റെ അധിപൻ, കോഴിക്കോടിന്റെ രാജാവ്. വാളിനേക്കാൾ മൂർച്ചയേറിയത് വാക്കിനാണെന്ന് അവർ വിശ്വസിച്ചു. നയതന്ത്രത്തിലൂടെ അയൽനാടുകളെ അവർ തങ്ങളോടൊപ്പം നിർത്തി. കുരുമുളകും ഏലവും ഇഞ്ചിയും ലോകം തേടിയെത്തിയ സുഗന്ധദ്രവ്യങ്ങളുടെ കുത്തക അവരുടെ കൈകളിലായി. കോഴിക്കോടിന്റെ ഖജനാവ് നിറഞ്ഞു കവിഞ്ഞു. കടലിലെ ആധിപത്യമുറപ്പിക്കാൻ അവർക്ക് സ്വന്തമായി ഒരു നാവികസേനയുണ്ടായി. കുഞ്ഞാലി മരയ്ക്കാർമാരെന്ന ഇതിഹാസ പോരാളികൾ ഉദയം ചെയ്തു. അറബ് വ്യാപാരികളുമായുള്ള ബന്ധം ഒരു പുതിയ സമുദായത്തിന് ജന്മം നൽകി. മാപ്പിളമാർ സാമൂതിരിയുടെ വിശ്വസ്തരായ പോരാളികളും കച്ചവടക്കാരുമായി. ചൈനക്കാരും ഈജിപ്തുകാരും തുർക്കികളും പല രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾക്ക് കോഴിക്കോട് ഒരു സുരക്ഷിത താവളമായി മാറി. 12 വർഷത്തിലൊരിക്കൽ തിരുനാവായയിൽ അരങ്ങേറിയിരുന്ന മാമാങ്കം സാമൂതിരിയുടെ ശക്തിയും പ്രൗഢിയും വിളിച്ചോതുന്ന ഉത്സവമായിരുന്നു. അധികാരം മാത്രമല്ല, കലയും സാഹിത്യവും അവരുടെ സദസ്സുകളിൽ പ്രോത്സാഹിക്കപ്പെട്ടു. കൃഷ്ണനാട്ടം പോലുള്ള കലാരൂപങ്ങൾ പിറവിയെടുത്തു. കോഴിക്കോട്ടെ തളിക്ഷേത്രം അവരുടെ ഭരണസിരാകേന്ദ്രവും ആത്മീയ അഭയവുമായിരുന്നു. രേവതി പട്ടത്താനമെന്ന പണ്ഡിത സദസ്സ് ഇവിടെ നടന്നു. നീതിയും ന്യായവും ഉറപ്പാക്കുന്ന ഒരു ഭരണസംവിധാനം അവർക്കുണ്ടായിരുന്നു. പ്രജകളെ ക്ഷേമത്തിന് അവർ പ്രഥമ പരിഗണന നൽകി. നൂറ്റാണ്ടുകളോളം മലബാർ തീരത്ത് അവർ അനിഷേധ്യ ശക്തിയായി വാണു. അവരുടെ അധികാരം ചോദ്യം ചെയ്യാൻ ആരും ധൈര്യപ്പെട്ടില്ല. 1498-ൽ വാസ്കോഡ ഗാമയുടെ വരവോടെ ചരിത്രം വഴിമാറി. സൗഹൃദത്തിനായി നീട്ടിയ കൈകളിൽ ചതിയുടെ കഠാര ഒളിപ്പിച്ചിരുന്നു. പോർച്ചുഗീസുകാരുടെ വരവ് നൂറ്റാണ്ടുകൾ നീണ്ട സമാധാനത്തിന് വിരാമമിട്ടു. കടലിൽ പുതിയ യുദ്ധങ്ങളുടെ തിരയിളക്കം തുടങ്ങി. കുഞ്ഞാലി മരയ്ക്കാർമാരുടെ നേതൃത്വത്തിൽ സാമൂതിരിയുടെ നാവികപട ശക്തമായി ചെറുത്തുനിന്നു. കടലിൽ അവർ പുതിയ യുദ്ധതന്ത്രങ്ങൾ രചിച്ചു. പോർച്ചുഗീസുകാർക്ക് പിന്നാലെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും എത്തി. സാമൂതിരിയുടെ സാമ്രാജ്യം പുതിയ വെല്ലുവിളികളെ നേരിട്ടു. ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും പടയോട്ടങ്ങൾ സാമൂതിരിയുടെ അധികാരത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചു. ഒരു യുഗം അവസാനിക്കുകയായിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ആഗോള തലസ്ഥാനം പതിയെ ഓർമ്മയായി. പഴയ പ്രതാപത്തിന്റെ നിഴൽ മാത്രം ബാക്കിയായി. നെടിയിരുപ്പ് സ്വരൂപത്തിൽ നിന്ന് സാമൂതിരിമാരിലേക്കുള്ള യാത്ര നയതന്ത്രത്തിന്റെയും നാവികശക്തിയുടെയും മറന്നുപോയ ഒരു ഇതിഹാസമാണ്. അവരുടെ കോട്ടകൊത്തളങ്ങൾ കാലം മായ്ച്ചുകളഞ്ഞിരിക്കാം, പക്ഷേ അവരുടെ ചരിത്രം മലബാറിന്റെ മണ്ണിൽ ഇന്നും ജീവിക്കുന്നു. ചെറിയ നാടുവാഴികളിൽ നിന്ന് കടലിന്റെ അധിപന്മാരായി മാറിയ ആ കഥ കേരള ചരിത്രത്തിലെ ഒരു വിസ്മയമാണ്. ഏറനാടിന്റെ ഉൾനാടുകളിൽ നിന്ന് ലോകത്തിന്റെ വാണിജ്യപാതകളിലേക്ക് അവർ നടത്തിയ മുന്നേറ്റം ദീർഘവീക്ഷണത്തിന്റെയും ധൈര്യത്തിന്റെയും കഥയാണ്. അതെ, അവരായിരുന്നു മലബാറിന്റെ യഥാർത്ഥ സുഗന്ധരാജാക്കന്മാർ, കോഴിക്കോടിന്റെയും കടലിന്റെയും അധിപന്മാർ. സാമൂതിരിമാർ എന്ന പേരിനപ്പുറം നെടിയിരുപ്പ് സ്വരൂപം എന്ന അവരുടെ യഥാർത്ഥ വംശത്തെ നമുക്കോർക്കാം. ചരിത്രം കേവലം പേരുകളല്ല, മറക്കപ്പെട്ട അധ്യായങ്ങളാണ്. അവയെ വീണ്ടെടുത്ത് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടത് നമ്മുടെ കടമയാണ്. കേരളത്തിന്റെ സമ്പന്നമായ ഈ പൈതൃകത്തെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചരിത്രത്തിന്റെ ഇടനാഴികളിലൂടെ ഇനിയും ഒരുപാട് ദൂരം നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാനുണ്ട്.
ഓരോ കഥയും പുതിയൊരു പാഠമാണ്. ഇത്തരം ചരിത്രകഥകൾ ഇനിയും കേൾക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലയേറിയതാണ്. നന്ദി.